BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ അന്തരിച്ച CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും ഏറ്റവും നീചമായ ഭാഷയിൽ അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്ന വേളയിലായിരുന്നു ഇത്ര നീചമായ ഒരു പരാമർശം ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത്. സ്വാഭാവികം. കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു. ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത്. BJP-യുടെ മുതിർന്ന നേതാക്കളും ശോഭാ സുരേന്ദ്രൻ പറയുന്ന സനാതന ധർമ്മത്തിന്റെ അടിയുറച്ച വിശ്വാസികളുമായിരുന്ന സുഷമാ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും ഒക്കെ കോടിയേരിയുടെ തന്നെ അവരുടെ അവസാന കാലങ്ങളിൽ രോഗശയ്യയിൽ കിടന്ന് വേദന തിന്ന് തന്നെയാണ് മരിച്ചത്. അതല്ല ഉദ്ദേശം. അതിന്റെ മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏതൊരാൾക്ക് വേണ്ടിയും പള്ളിയിൽ നിന്നും വിളിച്ചു പറയുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. പിന്നെ എന്തിനാ ഇവരൊക്കെ കൂട്ടി വരേണ്ട ആവശ്യം? രാജ്യത്തൊരു മീറ്റിങ്ങിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ്. അവർ ഉള്ളിൽ ചിരിക്കുകയാണ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിന്നെ കൊണ്ട് ചെയ്യാൻ